ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം ഇവിടെ നിന്നാണ് തുടങ്ങും. പി ഫയർ വർക്ക്സ് ചെമ്പിലുള്ളൊരു കട. അവിടെ നിന്ന് നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ബീച്ചിലെത്തിയപ്പോൾ അപ്പവും ടുട്ടും കൂടെ വീഡിയോ എടുത്ത് കളിക്കുക. അതെല്ലാം അറേഞ്ച് ചെയ്ത് 12 മണിയായപ്പോൾ നമ്മൾ പടക്കം കത്തിക്കാനായിട്ട് തിരി കൊളുത്തി. പക്ഷേ അത് പുകഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഓർത്തു എല്ലാം പാളിപ്പോയെന്ന്. അവിടെ ചുറ്റും ആളുകൾ നിൽപ്പുണ്ട്. അതിന് ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് മത്താപ്പ് കത്തിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് കത്തിച്ചു നിന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. ബീച്ചിൽ ഞങ്ങൾ ആദ്യത്തെ ന്യൂ ഇയർ ആഘോഷമാണത്. അത് കഴിഞ്ഞ് അവിടെ നിറയെ ആളുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കമ്പിത്തിരിയൊക്കെ കത്തിച്ചു. 10 മത്താപ്പ് ഉണ്ടായിരുന്നു. നേരത്തെ വെച്ചതെല്ലാം ഞങ്ങൾ കത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചൈനീസ് വടക്കം മേടിച്ച് അത് കത്താൻ തുടങ്ങി കേട്ടോ. അതിൻ്റെ സൈഡ് ഇത്തിരി എടുക്കാതെ വെച്ചത് കൊണ്ടാണ് അത് കത്തി വരാൻ താമസമെടുത്തത്. പക്ഷേ 12 മണിയായപ്പോൾ തന്നെ അത് കത്താൻ തുടങ്ങി. ഇതാണ് നമ്മുടെ അപ്പു. ഞങ്ങൾ ബീച്ചിൽ ചെന്ന് പരിചയപ്പെട്ടതാണ് അവിടെ. അപ്പവും ടുട്ടു അവർ രണ്ടുപേരും ഞങ്ങൾക്ക് നല്ല കൂട്ടാണ്. പിന്നെയും വേറെ കുറേ ആൾക്കാരുണ്ട്. അപ്പു, സ്നേഹ, ഷെറിൻ, മാളു, പിള്ളേർ എല്ലാവരും ഉണ്ട്. എല്ലാവരും കമ്പിത്തിരിയും കത്തിക്കുന്ന ബഹളത്തിലും. എല്ലാവർക്കും ഓരോ 10 കൂട് കമ്പിത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓരോ കൂട് വെച്ച് ഞാൻ കൊടുത്തു. അവിടെ ബീച്ചിൽ വന്നവരും നമ്മളെ കൂടെ കൂടി കിട്ടും. അങ്ങനെ എല്ലാവരും കൂടെ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അതുകൊണ്ട് ഇതാണ് നമ്മുടെ പടക്കം മേടിച്ച് പൊട്ടിച്ചതിൻ്റെ വിഷ്വൽസ്. ഞങ്ങളടുത്ത് കളറൊന്നും ഇല്ലായിരിക്കും. അവിടുത്തെ ഞാനെടുത്ത വീഡിയോയിൽ ഇതൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാനല്ല എടുത്തത്, ടുട്ടുവാണ് എടുത്തത്. പക്ഷേ പുള്ളി അപ്പൂൻ്റെ പുറകെ വീഡിയോ ആയിട്ട് പോയി. അന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. 2 കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് ബീച്ചിൽ വന്നവർക്കൊക്കെ കൊടുത്തു. ദാസനേട്ടൻ്റെ കടയുടെ സൈഡിലാണ് ഞങ്ങളുടെ ആഘോഷം മുഴുവനും നടന്നത്. ഇന്നത്തെ ബജ്ജിയും കോളിഫ്ലവറും എല്ലാം ഫ്രീ ആയിട്ടാണ് തന്നത്. അത് കഴിഞ്ഞ് മാളും ഷെറിനും കൂടെ ചപ്പാത്തിയും ചിക്കനും സാലഡും ഒക്കെ കൊണ്ടുവന്നത് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. നമ്മുടെ ഐസ്ക്രീം കൊണ്ടുവന്ന് ഹരിച്ചേട്ടനും അപ്പു, ഷെറിൻ, ഞങ്ങളുടെ അപ്പു, സ്നേഹയും കണ്ണനും അല്ലും അപ്പു ഒക്കെ കഴിക്കുന്നു. ഞങ്ങളൊന്ന് കാണാൻ വിളിക്കുന്നു. അടുത്തത് കണ്ണൻ്റെ ഒരു പാട്ട്. പട്ടക്കള്ളം തന്നിൽ ഒരു മഹാബിരുദമെന്നല്ലോ പടയെടുത്തുമാണ് നിന്നല്ലോ വശിയവനേറെയുണ്ടല്ലോ വിശകുപ്രേമമാണെല്ലാം എല്ലാം മാറി മാറി വന്നു എന്നത് കൃഷ്ണനല്ലേ രാധകന്താൽ മാറി മാറി വന്നു എന്നത് കൃഷ്ണൻ
കണ്ണല്ലേ താരകം താര. കണ്ണന്റെ പാട്ട് കഴിഞ്ഞ് പടുത്താള് കവിതയും കൊണ്ട് നമ്മുടെ 2025 കഴിഞ്ഞു. കാരണം ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളുടെയൊക്കെ ഒരു സമയമായിരുന്നു. ഇനി ഏതൊക്കെയാലും 2026 പിറക്കുമ്പോൾ സമ്പൽ സമൃദ്ധിയുമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിയാണ് ONV. ONV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ നമ്മുടെ വീടുകളിൽ ലൈറ്റും വിളക്കും എല്ലാം തരുന്നുണ്ടെങ്കിൽ പോലും മിന്നാമിനികൾക്ക് പോലും കൂടുകളിൽ മിന്നാമിനികൾ ലൈവായിട്ട് ലൈറ്റ് കാണിക്കുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ഒരുപക്ഷെ വെളിച്ചം വിതറിയ ഒരാളായിരിക്കും ONV. ONVയുടെ കോതമ്പ് മണികളെന്ന് പറഞ്ഞ കവിതയാണ് 1-2 വരികൾ ഞാൻ ഇവിടെ ആലപിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഒരു വർണ്ണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് സമത്വമുണ്ട്, സാഹോദര്യമുണ്ട്, അമ്മയാണ്, പെങ്ങളാണ് എന്ന് പറയുമ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. കാരണം പുരുഷന്മാരുണ്ടെങ്കിൽ സ്ത്രീ പ്രസവിക്കണം അല്ലേ? അപ്പം പുരുഷന്മാർ ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീ പ്രസവിക്കുള്ളൂ എന്നുള്ള ഒരു ബോധ്യത്തിലൂടെ നമ്മുടെ ONV എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു കവിത അതാണ് കോതമ്പ് മണികൾ. 1-2 വരികൾ ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. നമ്മുടെ ദാസേട്ടനടക്കം ഉള്ളവരുണ്ട്. അല്ലല്ല, അത് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സന്തോഷത്തിൻ്റെ സുദിനങ്ങളാണ്. അപ്പം നമ്മുടെ അപ്പൂസും കൂടി ഇപ്പുറത്തേക്ക് വരും എന്നുള്ളൊരു ആത്മാർത്ഥയോട് വിശ്വസിക്കുകയാണ്. കുട്ടൂസിൻ്റെ ഇതിൽ മാറുമറക്കാനും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയെങ്കിൽ ഇന്നുള്ള ആ അവസ്ഥ നമ്മൾ എന്താണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ONVയുടെ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ഒരു വർണ്ണനയാണ്. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു, നേരറിയുന്നു ഞാൻ പാടുന്നു. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാറി മറക്കുവാൻ കീറിത്തുടങ്ങിയ ചേലയാണ്, കീറിത്തുടങ്ങിയ ചേലയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീയെന്നും നീയൻ കോതമ്പ് പാടത്ത് നീർവെയ്തു പോകും മുകിലാണ്. കത്തും വറളി പോൽ ചുട്ടു പഴുത്തൊരാ കോതമ്പ് കതിരിൻ്റെ നിറമാണ്. പേടിച്ചാൽ പേടമാൻ മിഴിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാറി മറക്കുവാൻ തുടങ്ങിയ ചേലയാണ്. ഗൗരിയോ സീതയോ ലക്ഷ്മിയോ പേരെന്തു തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ് കോതമ്പ് പാടത്ത് നീർവെയ്തു പോകും മുകിലാണ്. കത്തും വറളി പോൽ ചുട്ടു പഴുത്തൊരാ കുഗ്രാമ പൂവിൻ്റെ കുളിരാണ്. ആരെയോ പ്രാഗി മടക്കുമോരമ്മയ്ക്ക് കൂരയിൽ നീയൊരു കൂട്ടാണ്, കൂരയിൽ നീയൊരു കൂട്ടാണ്. കുഞ്ഞായിരുന്ന നാൾ കണ്ടു കിനാവുകൾ, കുഞ്ഞു വയർ നിറച്ചാഹാരം. കല്ലു മലർമാല കൈവള ഉത്സവ ചന്തയിലെത്തും പലഹാരം. തൊട്ടാലയത്തെ തൊടിയിൽ കയറിയോ റത്തിപ്പഴം നീ എടുത്തു തിന്നു. ചൂരൽ പഴത്തിൻ്റെ കയ്പുനീരും കണ്ണുനീരും അതിനത്ര മോന്തിയില്ല. ഉത്സവ ചന്തകളിലെത്തും പലഹാരം. കാരണം നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ അച്ഛനോടോ അമ്മയോടോ ഇന്നത് വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അച്ഛനോടൊക്കെ ആഗ്രഹിക്കുമ്പോൾ അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് പിച്ച നുള്ളി വിടുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതാണ് ONV അതിൽ നഗ്നമായ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. 2-3 വരികൾ. കോതമ്പ് നിറമിൻ്റെ കതിരാണ്, പേടിച്ചാൽ പേടമാൻ മിഴിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാറി മറക്കുവാൻ കീറിത്തുടങ്ങിയ ചേലയാണ്.
ഈറിത്തുടങ്ങിയ ചേലയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ് കോതമ്പ് പാടത്ത് നീർവെയ്തു പോകും മുകിലാണ്, നീർവെയ്തു പോകും മുകിലാണ്. തൊട്ടായലത്തെ തൊടിയിൽ കയറിയോരത്തിപ്പഴം നീ എടുത്തു തിന്നു. ചൂരൽപ്പഴത്തിൻ്റെ കയ്പുനീരും കണ്ണുനീരും അതിനത്ര മോന്തിയില്ല, കണ്ണുനീരും അതിനത്ര മോന്തിയില്ല. ഈ കവിതയോടുകൂടി ഇന്നത്തെ ന്യൂ ഇയർ ആഘോഷം ഇവിടെ സമാപിക്കും.